എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് പറുദീസ. മുന്നോട്ട് മാമലക്കണ്ടം വഴി കയറി ഇരുമ്പുപാലത്ത് വന്നിറങ്ങി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ ഒരു ഓഫ് റോഡ് റൈഡിങ് ആയിരുന്നു, 2 വീലർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗം റോഡ് ഇല്ലയെന്ന് തന്നെ പറയാം. ബാക്കി സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ റോഡുണ്ട്. പക്ഷേ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വീലർ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കയറി പോരാൻ പറ്റുള്ളൂ. കയറി നമ്മൾ മാങ്കുളത്തേക്ക് എത്തുന്നതിന് മുമ്പ് ടീ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ആ ടീ എസ്റ്റേറ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മാങ്കുളത്തു നിന്ന് ആനക്കുളം, അതായത് ആനകളുടെ ബിവറേജ് ഷോപ്പ് എന്നറിയപ്പെടുന്ന ആനക്കുളം. നമുക്ക് ഭാഗ്യമുണ്ടോ എന്നറിയില്ല അവിടെ നിന്ന് ആനകൾ വെള്ളം കുടിക്കാൻ വരുമോ എന്നുള്ളത്. ആ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനേനെ കാണാൻ പറ്റും. ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇതുപോലെ അടച്ചുപൂട്ടി കാറിലിരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വൈബ് നമുക്ക് കിട്ടില്ല. നമ്മളിതുപോലെ 2 വീലറിൽ ഒരു ദിവസം വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല രസകരമായ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇതിന് മുന്നേ കുറേ ഭാഗത്ത് മറ്റേ ഏലത്തോട്ടങ്ങളായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റാഞ്ഞ കാരണം കൊണ്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തിയില്ല. ഇപ്പം നമ്മൾ നല്ലൊരു ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഫുള്ള് നല്ല വ്യൂ ആണ് കാണുന്നത്. നല്ല രസകരമായ സ്ഥലം. ഇവിടെ നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യണം. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ ബാക്കിയൊക്കെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിലുണ്ടാവും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. എല്ലാവരും കാണാം. ഓക്കെ. അപ്പം നമ്മളിന്ന് മച്ചിപ്ലാവ് വഴി മാങ്കുളം കയറി ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഈ കാണുന്നതാണ് ആനകളുടെ ബിവറേജ് എന്ന് അറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ ആന വന്നിട്ടില്ല. ഇന്നലെ ഏകദേശം 6 മണിക്ക് വന്നു എന്ന് പറഞ്ഞു. ഇനി ഞാൻ 7 മണിക്ക് വന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ വെറൈറ്റി ടൈമിന് അവർ വരുള്ളൂ. നമുക്കെന്തായാലും ആനനെ കാണാൻ ഭാഗ്യമില്ല. ഒത്തിരി ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ ആനേനെ കാണാണ്ട് ഉള്ള നിരാശയിൽ മടങ്ങി പോകാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോട് കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. കാരണം ആന വരുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, ആനകളുടെ ബിവറേജ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന സ്ഥലമാണത്. ഇപ്പോൾ പുഴയിലൊക്കെ നല്ല നീരൊഴുക്ക് കുറവാണ്. മഴയില്ലാത്ത കാരണം വെള്ളം കുറവാണ്. അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് സന്ദർശിക്കുക. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് മൂന്നാറിലേക്ക് പോകും.
നമ്മൾ മൂന്നാറിലേക്ക് പോവാണ്. മൂന്നാറിലേക്ക് 2 വഴിയുണ്ട്. കല്ലാർച്ചിന്ന് ചാടുന്ന വഴിയുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ആ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് നല്ല വ്യൂ പോയിൻ്റുള്ള സ്ഥലമാണ്. കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ചെറിയ രീതിയിൽ വളവുണ്ട്, എന്നിരുന്നാലും റോഡ് നല്ല റോഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്ന ദൂരം വരെ, ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയില്ല, എന്നാലും നല്ല റോഡായിട്ടാണ് തോന്നുന്നത്. കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റുന്നവർ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോവാം. അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇതിപ്പോൾ കോടയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും എങ്ങനെയാണെന്നറിയില്ല, നല്ല വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ വണ്ടിയൊന്ന് നിർത്തിയിട്ട് ഒരു ഏരിയ അങ്ങനെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുകയാണ്. മലയും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഫുള്ള് തേയില എസ്റ്റേറ്റ് കൂടിയാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുമ്പോൾ. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അപ്പോൾ എല്ലാവരും ഈ വഴി ചൂസ് ചെയ്യാം. ഇന്നലെ നമ്മൾ മൂന്നാറെത്തിയിട്ട് ഒരു ചെറിയൊരു ഹോം സ്റ്റേ. ഈ ഹോം സ്റ്റേയുടെ പേര് മൂന്നാർ വാലി വ്യൂ എന്നാണ്. ഇത് ദേവികുളത്താണ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ. നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ വീട് പോലെയാണ് തോന്നുന്നതെങ്കിലും ഇതിനകത്ത് നല്ല സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒരു ഫാമിലിക്കൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ചെറിയ വീടാണത്. 4 ബെഡ്റൂമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉള്ള മൂന്നാർ വാലി വ്യൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പുറം കാഴ്ചകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ ആണിത്. ചെറിയ ഹോം സ്റ്റേ, പക്ഷേ അതിൻ്റെ അകത്ത് നല്ല സൗകര്യങ്ങളുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് നല്ല വ്യൂ ആണെന്ന് നോക്കിയേ. ഭയങ്കര രസകരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് കുറച്ച് ദൂരത്ത് കാണുന്നത് നമ്മൾ മാട്ടുപ്പെട്ടി ഡയറക്ഷനിലേക്ക് പോകുന്ന സ്ഥലമാണ്. അതായത് മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം, ഫ്ലവർ ഗാർഡൻ, എക്കോ പോയിൻ്റ്, ടോപ്പ് സ്റ്റേഷൻ, അങ്ങനെ വട്ടപ്പട പോകുന്ന റോഡാണത്. അപ്പോൾ ഈ മലനിരകളൊക്കെ കാണാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഭയങ്കര സ്റ്റൈലാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, I've been thinking about myself today, thinking how I changed, how I really don't care if you are here or if you don't stay. Now I'm feeling those winter blues, but I don't wanna cry. All we ever do is laugh it off, and I'm sick and I don't know why. You remember that night we met?